നമസ്കാരം. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ചായി ഗൗതം ഗംഭീർ വന്നതിന് ശേഷം വലിയ മാറ്റങ്ങളാണ് ഇന്ത്യൻ ടീമിൽ ഒന്നടങ്കം പ്രതീക്ഷിക്കുന്നത്. മൂന്ന് വ്യത്യസ്ത ടീമുകളും നായകന്മാരും പുതിയ താരങ്ങളുമൊക്കെ ഇന്ത്യൻ ടീം വലിയ മാറ്റങ്ങളിലേക്കാണ് നടന്നു നീങ്ങുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് സീനിയർ താരങ്ങൾ തന്നെയായിരിക്കും. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, രവീന്ദ്ര ജഡേജ, ജസ്പ്രീത് ബുംറ, ഹാർദിക് പാണ്ഡ്യ എന്നീ സീനിയർ താരങ്ങൾ ഏതൊക്കെ ടീമുകളിൽ ഇനി സജീവമാകുമെന്നത് ഗംഭീറിന്റെ ഫൈനൽ തീരുമാനം പോലെ തന്നെയായിരിക്കും. 2025 നടക്കാൻ പോകുന്ന പ്രധാന ടൂർണമെന്റുകളായിട്ടുള്ള വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പും ചാമ്പ്യൻസ് ട്രോഫിയും ഒക്കെ വലിയ സീനിയർ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവസാന അവസരമായിരിക്കും എന്നുള്ളത് മുമ്പ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പുതിയ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗംഭീർ വരുന്നത് ഒരു ശുഭപ്രതീക്ഷയാണ്. കാരണം പല താരങ്ങളും ഗംഭീറിന് കീഴിൽ വലിയ രീതിയിലുള്ള ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കിയിട്ട് ചരിത്രങ്ങളുണ്ട്. ലക്നൗ സൂപ്പർ ജയൻസിന് മെൻഡർ ആയിരുന്നപ്പോൾ ആയുഷ് ബദോണിയും രവി ബിഷ്ണോയും ഒക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലൂടെ കടന്നു പോയിരുന്നു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് മെൻഡറായി വന്നപ്പോഴും വൈഭവ് അറോറയും ഹർഷിത് റാണയും ഒക്കെ വലിയ രീതിയിലുള്ള മത്സരങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുമുണ്ട്. എന്നാൽ ഗംഭീർ ഇന്ത്യൻ ടീമിലേക്ക് വരുമ്പോൾ ഗംഭീറിന്റെ ചില ആവശ്യങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് മാനേജ്മെന്റ് പരിഗണിക്കുമോ ഇല്ലയോ എന്നാണ് കണ്ടറിയേണ്ടത്. കോച്ചിങ് സ്റ്റാഫുകളുടെ തീരുമാനമാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ. ഗംഭീർ ബൗളിംഗ് കോച്ചായി മോണി മോർക്കൽ അടക്കം കൊണ്ടുവരണം എന്നുള്ള തീരുമാനം ശരിക്കും മാനേജ്മെന്റിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനൊരു ഗ്രീൻ സിഗ്നൽ മാനേജ്മെന്റ് കൊടുത്തിട്ടില്ല. കാരണം ഇന്ത്യൻ ടീമിൽ ഒരുപാട് നാളുകളായി ഇന്ത്യക്കാർ മാത്രമാണ് പൊതുവെ ആ കോച്ചിങ് സ്റ്റാഫ് പൊസിഷനിലൊക്കെ ഇരുന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു വലിയ അഴിച്ചുപണിക്ക് ഇന്ത്യൻ ടീം മുതിരുമോ എന്നാണ് കണ്ടറിയേണ്ടത്. മാത്രമല്ല വിനയ് കുമാറിനെയും അഭിഷേക് നായരെയും റയൻ ടെണ്ടുൽക്കറിനെയും ഒക്കെ പോലുള്ള ഗംഭീറിന്റെ കൂടെ മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരെയൊക്കെ ടീമിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകളൊക്കെ വലിയ രീതിയിൽ സജീവമാണ്. എന്നാൽ ഇത്തരം തീരുമാനങ്ങൾ മാനേജ്മെന്റ് എങ്ങനെ എടുക്കുമെന്നോ അല്ലെങ്കിൽ മാനേജ്മെന്റിന്റെ തീരുമാനം എത്തരത്തിലാകുമെന്നോ ഉള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ കാര്യങ്ങളുടെ വിവരങ്ങളൊക്കെ വരുന്ന ദിവസങ്ങളിൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നിരുന്നാലും ഗംഭീറിന്റെ പുത്തൻ പരിഷ്കാരങ്ങളോട് ടീം എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതും ഏറ്റവും വലിയ ചോദ്യമാണ്. കാരണം ഇന്ത്യൻ ടീം ഇപ്പോൾ ഒരു T20 ലോകകപ്പ് അടിച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് ഇന്ത്യ പോകാനും വലിയ സാധ്യതകൾ കാണുന്നില്ല. അതിനുള്ള ഏറ്റവും വലിയ കാരണം ഒരു കോർ സ്ട്രക്ചർ ടീമിനുള്ളിൽ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. ദ്രാവിഡ് എന്തായാലും മാറുകയാണ്. അപ്പോൾ പകരം വരുന്ന ഗംഭീറിന് എത്രത്തോളം ഈ ടീമുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതും വലിയൊരു ചോദ്യമാണ്. യുവതാരങ്ങളുടെ കാര്യങ്ങൾ എടുത്തു പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് സഞ്ജു സാംസനെ പോലുള്ള താരങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റി തുറന്നു വരാനുള്ള സാധ്യതകളുണ്ട്. അതിനുള്ള ഏറ്റവും വലിയ കാരണം ഗംഭീർ സഞ്ജുവിനെ കുറിച്ച് മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സഞ്ജുവിനെ നമ്മൾ മറ്റൊരാളുമായിട്ട് കാണണ്ട, അവൻ ഇന്ത്യൻ ടീമിലെ ഒരു സഞ്ജു സാംസണായി മാറുമെന്നുള്ള ഗംഭീറിന്റെ ട്വീറ്റൊക്കെ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങൾ വൈറലാണ്. അതുകൊണ്ട് സഞ്ജുവിനെ പോലുള്ള താരങ്ങളുടെ സാധ്യതകളും അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഗംഭീറിന്റെ കീഴിൽ ടീമംഗങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഓരോ ടീമംഗങ്ങളും ഇടുന്ന എഫേർട്ടുകൾക്കും അത്രത്തോളം പ്രാധാന്യമുണ്ട്. കാരണം ഒരു ടീം ഒരു മാച്ചിൽ 100 അടിച്ചു അല്ലെങ്കിൽ ഒരു മാച്ചിൽ 5 വിക്കറ്റ് നേടി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഡ്രസ്സിംഗ് റൂമിൽ അടുത്ത മാച്ചിന് അതേ ആറ്റിറ്റ്യൂഡായി പോവുകയാണെങ്കിൽ ഗംഭീർ അദ്ദേഹത്തെ പുറത്തിരുത്തുന്ന പതിവുകൾ, അത്ര കർശനമായ നടപടികളിലേക്ക് ഗംഭീർ പോകുന്ന ചരിത്രങ്ങൾ മുമ്പ് ക്രിക്കറ്റിൽ ഉണ്ടായിട്ടുണ്ട്. അതേ കമ്മിറ്റ്മെന്റ് തന്നെ ആ പ്ലെയർ കാണിക്കേണ്ടതും ഗംഭീറിന് വളരെയധികം അത്യാവശ്യമാണ്. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സീനിയർ താരങ്ങൾക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ടീമിലെ എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് കണ്ട് തന്നെ അറിയണം. എന്തായാലും വരുന്ന ദിവസങ്ങൾ ഇതിനെക്കുറിച്ചുള്ള നിർണായക അപ്ഡേറ്റുകളൊക്കെ വരാനും സാധ്യതയുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാം.